എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഏയ് അങ്ങനെയൊന്നുമില്ല. അത് ഞാൻ അമ്മയുമായിട്ട് പിന്നൊരു ദിവസം വന്ന് സംസാരിക്കാം. അതെന്താ സർ? സാറല്ലേ അച്ഛനോട് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറഞ്ഞത്? അതെ, പക്ഷേ അതിപ്പോ വേണ്ട. പ്രത്യേകിച്ചൊന്നുമില്ല. ക്ഷേത്രം ഒരുക്കുന്ന കാര്യവും മറ്റുമാണ്. അതെന്നേക്കാൾ നന്നായിട്ട് പറയാൻ പറ്റുന്നത് അമ്മയ്ക്കാണ്. ശരി, ഞാൻ വേണമെങ്കിൽ അവിടെ വന്ന് മാഡത്തിനെ കാണാം. ഇവിടെ വരെ വരുന്നത് മാഡത്തിന് ബുദ്ധിമുട്ടാവില്ലേ? അത് വേണ്ട, ഞാൻ അമ്മയും കൂട്ടി എത്തിക്കോളാം. ആദർശിന്റെ ഇഷ്ടം പോലെ. ഏതായാലും കയറിയിരിക്കേ. അതെ, ഇവിടെ വരെ വന്നിട്ട് ഒരു ചായ പോലും കുടിക്കാതെ പോകാൻ പറ്റില്ല. മീരമോളെ, ആദർശിന് ചായ എടുക്ക്. ആ ശരി. മീര വേണ്ട, എനിക്ക് അത്യാവശ്യമായിട്ട് ഓഫീസിൽ ചെല്ലണം. ചായ പിന്നെയാലും കുടിക്കാലോ. ആദർശിന്റെ തിരക്കറിയാവുന്നതുകൊണ്ട് ഞാൻ നിർബന്ധിക്കുന്നില്ല. അപ്പൊ ശരി അങ്കിൾ, ഞാൻ അമ്മയും കൂട്ടി വരാം. അപ്പൊ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി സംസാരിക്കാം. ശരി. ഞാൻ ഇറങ്ങുന്നു മീര. ഓക്കെ സർ. ശരി. ബീനമ്മയ്ക്ക് ചായയോ മറ്റോ വേണോ? വേണ്ട, മോള് പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്. ശരി. ഇത് ശരിയല്ല ഹരിയേട്ടാ. എന്ത് ശരിയല്ലെന്ന്? അല്ല, മീര ആദർശിന്റെ വണ്ടിയിൽ കയറി വന്നില്ലേ, അത്. അതിനെന്താ? മീര വിവാഹപ്രായമായ ഒരു പെൺകുട്ടിയാ. അവൾ ഇങ്ങനൊരു പയ്യന്റെ ഒപ്പം വന്നിറങ്ങുന്നത് കണ്ടാ ആൾക്കാർ എന്തു പറയും? എന്തു പറയാൻ? ആദർശ് ഇങ്ങോട്ട് വരുന്ന വഴിയില് മീരയ്ക്ക് ഒരു ലിഫ്റ്റ് കൊടുത്തു. അതിലൊരു തെറ്റ് ഞാൻ കാണുന്നില്ല. പക്ഷേ എനിക്കതത്ര ശരിയായിട്ട് തോന്നുന്നില്ല. പിന്നെ എന്തെങ്കിലും പറയാൻ വന്നതാണെങ്കിൽ അത് പറയണ്ടേ? ഇതൊന്നും പറയാതെ അങ്ങ് പോയി. ആ പയ്യന്റെ പെരുമാറ്റത്തില് എനിക്കെന്തോ ഒരു ചുറ്റിക്കളി തോന്നുക. അത് ബീനയുടെ മാത്രം തോന്നല. അങ്ങനെ ചുറ്റിക്കളിയുമായി പെൺകുട്ടികളുടെ പുറകെ നടക്കാൻ വെറുതെ ഇരിക്കുന്ന പയ്യനല്ല ആദർശ്. ദേവാ ബിൽഡേഴ്സ് എന്ന ബിസിനസ് ഗ്രൂപ്പ് ഭരിക്കുന്നത് ആദർശാണ്. അതൊക്കെ ശരിയായിരിക്കും. ഒരു ചീത്തപ്പേരുണ്ടായ നശിക്കുന്നതേ മീരയുടെ ഭാവിയാ. അവരെ പോലെയുള്ള കോടീശ്വരന്മാർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. ബീനയ്ക്ക് എങ്ങനെയാ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നത്? ഇനി ആദർശിന് ചുറ്റിക്കളി ഉണ്ടായാൽ തന്നെ എനിക്കതിൽ യാതൊരു ടെൻഷനും ഇല്ല. കാരണം എനിക്ക് എൻ്റെ മോളെ നന്നായിട്ട് അറിയാം. മറ്റാരെക്കാളും എനിക്ക് അവളെ വിശ്വാസമാണ്. ആരെന്തു പറഞ്ഞാലും അവളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ല. പിന്നെ മീരമോളെ ഒരു ചെറുപ്പക്കാരൻ ഇവിടെ വരെ ഡ്രോപ്പ് ചെയ്തു എന്ന് വെച്ച് അവളുടെ ഭാവി നശിക്കാൻ എന്താ ഉള്ളത്? പിന്നെ ഇത് പുതിയ കാലഘട്ടമാണ്. അത്തരം പരദൂഷണം പറയാനും കാണാനും ഇന്നത്തെ കാലത്തെ മനുഷ്യർക്ക് സമയവും ഇല്ല. ഞാനൊന്നും പറയുന്നില്ല. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാ അതിന്റെ കുറ്റമല്ലേ ഹരിയേട്ടൻ കാണൂ. മീരെ എന്റെ മകളായി കരുതുന്നത് കൊണ്ട് അവളുടെ ഭാവിക്ക് ദോഷം വരരുതെന്ന് കരുതി എന്റെ മനസ്സിൽ തോന്നിയത് ഞാൻ പറഞ്ഞു. ഹരിയേട്ടന് ഇഷ്ടമല്ലെങ്കിൽ ഞാനിനിയൊന്നും പറയുന്നില്ല. ബീനയെ കുറ്റപ്പെടുത്താൻ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് മനസ്സിലായി ഹരിയേട്ടാ. ഹരിയേട്ടൻ ചെല്ല്. അച്ഛനും എന്തു പറഞ്ഞു? അവരെന്താകും പറഞ്ഞെന്ന് ഏട്ടന് ഊഹിക്കാലോ. നിന്റെ ഈ തീരുമാനം ഞങ്ങൾ എല്ലാവരെയും തോൽപ്പിച്ചു കളഞ്ഞു മോളെ. എനിക്കറിയാം ഏട്ടാ. പക്ഷെ ഇങ്ങനെ ഞാൻ തീരുമാനിച്ചില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ തോറ്റ് ജീവിക്കേണ്ടി വരും. ഒരാളെ സ്നേഹിച്ചിട്ട് മറ്റൊരാളുടെ കൂടെ കഴിയേണ്ടി വരുന്നത് ശരിയല്ലല്ലോ. നീയായിട്ട് തന്നെ ഓരോന്ന് ചെയ്തു കൂട്ടിയത്. എന്റെ ഗതികേടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. സംഭവിച്ചു പോയി. എനിക്ക് വേണ്ടി ഏട്ടൻ അവരോടെല്ലാം മാപ്പ് പറയണം. എന്തെളുപ്പം, എല്ലാം കഴിഞ്ഞു അല്ലേ? ഞാൻ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോവുകയാണ്. അല്ല, അപ്പൊ നീ വീട്ടിലേക്ക് വരുന്നില്ലേ? ഇല്ല, അഭി ചേച്ചിയെ ഫേസ് ചെയ്യാൻ എനിക്ക് വയ്യ. ചേച്ചിയോട് ഞാൻ വലിയ ചതിയാണ് ചെയ്തത്. ചേച്ചിയുടെ മുന്നിൽ പോയി നിൽക്കാനുള്ള അർഹത പോലും എനിക്കില്ലെന്ന് നന്നായിട്ട് അറിയാം. എത്ര നാൾ നീ എല്ലാവരുടെ മുന്നിൽ നിന്ന് ഒഴിഞ്ഞുമാറി നടക്കും? പറ്റുന്നിടത്തോളം. ബാംഗ്ലൂരിൽ ചെന്നാ ഇനി ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നെന്ന് വരില്ല. ഏട്ടൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നല്ലൊരു ജീവിതം തട്ടിത്തെറിപ്പിച്ച് പോകുന്ന നിനക്ക് വേണ്ടി എന്താ ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? നഷ്ടപ്പെടുത്തിയതിന്റെ വില എനിക്കറിയാം. വീട്ടിൽ ചെന്ന് കയറിയത് മുതൽ
അമ്മ പറഞ്ഞു തന്നതും ഇതൊക്കെ തന്നെയാ. പക്ഷേ എനിക്ക് ആ സുഖ സൗകര്യങ്ങളെക്കാൾ വാല്യൂ ശ്യാമു ഒത്തുള്ള ജീവിതം തന്നെയാ. ആ, എല്ലാം നിന്റെ ഇഷ്ടം. നിന്റെ ജീവിതം നിന്റെ ഇഷ്ടത്തിന് ജീവിക്കാം. പക്ഷേ പഴിയും പരാതിയും പറഞ്ഞ് ഇനി ഞങ്ങളുടെ മുമ്പിലേക്ക് തിരിച്ചു വരരുത്. ഇല്ല, അതോർത്ത് ഏട്ടൻ പേടിക്കണ്ട. എനിക്ക് വേണ്ടി ഏട്ടൻ ആദർശിനോടൊരു സോറി പറയണം. ഇതൊക്കെ ഒന്ന് തണുത്തു കഴിയുമ്പോൾ ഞാൻ വിളിച്ചോളാം. ഒരുപക്ഷെ എന്റെ അവസ്ഥ ആദർശിന് മനസ്സിലാക്കാൻ പറ്റും. ആദർശിന് മറ്റൊരു വിവാഹാലോചന നടക്കുന്നുണ്ട്. നല്ല കാര്യം. ആദർശിന് വേണ്ടി ജനിച്ച പെൺകുട്ടി എവിടെയുണ്ട്. സമയമാകുമ്പോൾ ആ വിവാഹം നടക്കും. എല്ലാം പറഞ്ഞ് നീ രക്ഷപ്പെട്ടോ. ഇനി മറ്റുള്ളവരുടെ എല്ലാം ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞോളാം. ഈ ഒരു കാര്യത്തിന്റെ പേരിൽ അബിക്ക് മുന്നിൽ എനിക്ക് എന്നും തല കുനിക്കേണ്ടി വരും. സോറി ഏട്ടാ, ഇപ്പൊ അത് പറയാനേ എനിക്ക് സാധിക്കൂ. കൂടുതലൊന്നും പറയാനില്ല. ഞാൻ പോകുന്നു. നീ തെരഞ്ഞെടുത്ത ഈ ജീവിതമെങ്കിലും നന്നായിട്ട് ജീവിക്കുക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക. എല്ലാം ഉപേക്ഷിച്ച് പോകുന്നു എന്ന് കരുതണ്ട. നിനക്ക് ഞങ്ങളെല്ലാവരും ഉണ്ടാവും. താങ്ക് യു ഏട്ടാ, ഞാൻ പോവുക.